ഭക്ഷണം എടുത്തു വെച്ചേ. ഉമ്മാവാ 5 വരുന്നുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത് എനിക്ക് ഡിന്നർ ഓഫീസിൽ ഒരു ബില്ലുകൂടെ കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ അവരെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാലത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്ത്. എനിക്ക് ഇത്ര വല്ല പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കും. 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൊടുത്തത്. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ്ക്കാനുള്ള സമയമാണ്. സമജാ, ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദരഖന, കൃത്യം 12 മണി. 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा, समझा?